ഹലോ ഗായ്സ്, അപ്പോൾ വെൽക്കം ടു ചാനൽ KVG. അപ്പോൾ KVGയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ പണ്ട് നമ്മൾ നേരത്തെ നമ്മുടെ ചാനലിൽ ചെയ്തതുപോലെ നമ്മൾ പലതായിട്ട് ചെയ്യാതെ ഓരോ സീരീസ് ആയിട്ട് വെച്ചാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. അപ്പോൾ അതിലെ ഫസ്റ്റ് സീരീസാണ് ഈ ഫാമിംഗ് സിമുലേറ്റർ 18. അപ്പോൾ ഇത് തീർത്തിട്ട് നമ്മൾ അടുത്തത് തുടങ്ങും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും. അതിൽ നമ്മൾ സിംഗിൾ പ്ലെയർ എടുത്തു. എനിക്കിത് ഓൾറെഡി ഒരു വേൾഡ് ഉണ്ട്. നമുക്ക് നിങ്ങളെ കാണിക്കാൻ വേണ്ടി പുതിയൊരു വേൾഡ് എടുക്കുകയാണ്. ഇതിനകത്തുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം, അതുകൊണ്ട് ഇനി ഒന്നും വായിച്ചു നോക്കുന്നില്ല. ഇത് ഹാർവസ്റ്റർ, അതിൻ്റെ ഫ്രണ്ടിൽ ഹെഡ്ജ് എന്ന് പറയുന്നൊരു സാധനമുണ്ട്. അത് നമുക്ക് വർക്ക് ചെയ്യിപ്പിക്കുന്നുണ്ട്. ഈ സ്പാനറിൻ്റെ ചിഹ്നത്തിൽ ആക്കി കഴിഞ്ഞാൽ ഹെഡ്ജ് വർക്ക് ചെയ്യാൻ തുടങ്ങി. അത് ഞാൻ സൈഡിലോട്ട് തിരിച്ച് കാണിച്ച് ഇത് വെച്ച് നമുക്ക് ഇങ്ങനെ ചെയ്യും. സ്റ്റിയറിങ് ഉണ്ടോ ഗൈസ്, അതിൽ ഞെക്കിക്കഴിഞ്ഞാൽ നമുക്കിത് ഫാർമറിന് കൊടുക്കാൻ പറ്റും. ഇപ്പം ഞാൻ ഫാർമറിന് അങ്ങ് ജോലി കൊടുക്കാൻ പോവുകയാണ്. ഇപ്പോൾ അത് ഫാർമറാണ് ചെയ്യുന്നത്. ഈ സൈഡിൽ താഴെ ആ ട്രാക്ടറിൻ്റെ ഓപ്ഷനിൽ ഞെക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടിപ്പം എൻ്റെ കയ്യിൽ 2 ട്രാക്ടറും ഒരു കോമ്പൈനും ഉണ്ട്. ഒരു ട്രാക്ടറാണ് ഇത് ഹാർവസ്റ്റർ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ആ സ്പാനറിൻ്റെ അതിൽ ഞെക്കിക്കഴിഞ്ഞാൽ അത് താഴെ വന്നിട്ട് നമുക്കത് വെച്ച് ഇതിനെ ഹാർവെസ്റ്റ് ചെയ്യാം. മറ്റേ നമ്മുടെ ജോലിക്കാരെ അവിടെ ഹാർവെസ്റ്റ് ചെയ്യുന്ന ടൈം കൊണ്ട് നമുക്കിതിവിടെ കൾട്ടിവേറ്റ് ചെയ്യാം. നമ്മളത്ര പ്രോ ഡ്രൈവറൊന്നും അല്ല ഗൈസ്. അവിടെ ചെയ്ത് കഴിഞ്ഞു, ഇല്ല ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇതുപോലെ ഇത് ഒരുപാട് ഫാമുണ്ട് ഗൈസ്. നമുക്ക് വുഡ് ഫാം ചെയ്യാൻ പറ്റും, ആനിമൽസിനെ റിയർ ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ഫാമിങ്ങുകളൊക്കെ ഉണ്ട്. അതിനുള്ള എക്വിപ്മെൻറ്റ്സും എല്ലാം ഉണ്ട്. ഞാനതൊക്കെ പറഞ്ഞു തരാം. എന്നിട്ട് ആ സൈഡിൽ ഇപ്പോൾ വന്നത് കണ്ടോ ഗൈസ്, അതാണ് നമ്മളെ മാപ്പ്. കുട്ടി മാപ്പാണ്, വലിയ മാപ്പുണ്ട്. അത് മേളിയ പെട്രോളിൻ്റെ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു മാപ്പിൻ്റെ ചിഹ്നം. അതാണ് മെയിൻ മാപ്പ്. പിന്നെ ഇത് റെക്കോർഡ് ചെയ്തപ്പോൾ എനിക്ക് ചെറുതായിട്ടൊന്ന് തെറ്റിപ്പോയി ഗൈസ്. മൈക്ക് ഓൺ ചെയ്യാൻ മറന്നു. അതുകൊണ്ട് ഞാൻ റെക്കോർഡ് ചെയ്യുകയാണ് സൗണ്ട്. അപ്പം ചില തെറ്റൊക്കെ കാണും, അതൊന്ന് നിങ്ങൾ വിട്ടുതരുന്നുണ്ട്. ഇതാണ് മെയിൻ മാപ്പ്. ഇത് കണ്ടോ ഗൈസ്, അത് ഞാൻ മാനുവലി ഞെക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ നമുക്ക് അറിയേണ്ടതുണ്ടോ, നിങ്ങൾക്ക് അറിയാത്തതൊക്കെ അതിൽ കാണിക്കും. പിന്നെ മേളിയ ബൈ ചെയ്യുന്ന സാധനത്തിൽ ഞെക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ബൈ ചെയ്യാൻ പറ്റും. അത് പച്ച കളർ സാധനത്തിൽ ഞെക്കിക്കഴിഞ്ഞാൽ ആ എക്വിപ്മെൻറ്റ് എന്ത് ജോലിയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് പറഞ്ഞു തരും. അങ്ങനെ 2 രീതിയിൽ നമുക്ക് ഇത് പറഞ്ഞു തരുന്നതുണ്ട്. അപ്പം ബാക്കി ഇടിച്ച് ഗൈസ് പറഞ്ഞു നമുക്കിത് കൾട്ടിവേറ്റ് ചെയ്യാൻ. ഞാനിതും അങ്ങ് മറ്റേ ജോലിക്കാരന് കൊടുക്കാൻ പോവാ. എനിക്ക് വയ്യ, അത് ഞാൻ ജോലിക്കാരന് കൊടുത്തില്ലേ. കൊടുത്തു. ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് തപ്പടുത്ത് വേറൊരു ട്രാക്ടർ ഉണ്ട്, അത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ. ഓക്കെ, ജോലിക്കാരനെടുത്ത് ഇതാണ് അടുത്ത ട്രാക്ടർ. ഇതെന്താണെന്നറിയാലോ ഗൈസ്, ഇത് മറ്റേ കണ്ടെയ്നർ ടിപ്പി എന്ന് പറയും. ഹാർവസ്റ്റർ ഫുള്ളാകുമ്പോൾ അതിനകത്തെ ഗ്രെയിൻസ് ഇത് ഇട്ടിട്ട് ആ സിലോസി കൊണ്ട് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കും. അപ്പം നമുക്കിത് ഇവിടെ സിലോസി കുറച്ച് ഗ്രെയിൻസ് ഉണ്ട്. അത് തൽക്കാലം നമുക്ക് ഇങ്ങോട്ട് കളക്ട് ചെയ്തിട്ട് അത് ഏറ്റവും ഹൈ പ്രൈസുള്ള സ്ഥലത്ത് കൊണ്ട് നമുക്ക് വിൽക്കാം. ഓക്കെ, നമ്മളിത് നിറഞ്ഞു കഴിയുമ്പോൾ മേളിൽ ആ ഒരു മഞ്ഞ ചിഹ്നം കാണിക്കും. ഫുള്ള് 100% ആകുമ്പോൾ മേളിൽ കാണിക്കുന്നുണ്ട് എത്ര പെർസെൻറ്റേജ് കോണ് നമ്മുടെ ഉണ്ടെന്ന്. നമ്മളിത് കൊണ്ട് കൊടുക്കാൻ പോവാണ്. അതിന് മുമ്പേ ഇത് പ്രൈസ് എവിടെ കൂടുതലെന്ന് ഞാൻ നോക്കിക്കോട്ടെ. പ്രൈസ് കൂടുതൽ നമ്മൾ ആ മേളിലെ 3 വരെ ഉണ്ട് ഗൈസ്, അത് ഏറ്റവും ടോപ്പ് പ്രൈസ് ഉണ്ട്. അതിൽ ഞെക്കിക്കഴിഞ്ഞാൽ ഏതിനകത്താണ് ഏറ്റവും കൂടുതൽ പ്രൈസ് ഉള്ളതെന്ന് അറിയാൻ പറ്റും. ഇപ്പം സ്റ്റേഷനിലല്ലേ പ്രൈസ് കൂടുതൽ? സ്റ്റേഷൻ അവിടെ അല്ലേ? അല്ല, ഒരു മിനിറ്റ്, ഞാൻ വീറ്റല്ലല്ലോ എടുത്ത്, കോണല്ലേ? ഒരു മിനിറ്റ്, ആ 3 ലൈൻ എന്ത് പ്രൈസ് കോണ് കൂടുതൽ ബേക്കറിയില്ല. അപ്പം നമുക്ക് ബേക്കറി പോവാം. നേരെ ബേക്കറിയിലോട്ട് വിടാൻ. നമുക്ക് ഈ സാധനം നമ്മൾ ക്രോസൊക്കെ വിൽക്കുക കുറച്ച് സ്ഥലമുണ്ട്. അതിലൊന്ന് നമ്മളിപ്പോൾ പോകുന്ന ബേക്കറി. പിന്നെ ആ സൈഡിൽ ഒരു കപ്പിനകത്ത് ഇങ്ങനെ ഓയിൽ പോലത്തെ തന്നെ ഒഴിക്കുന്ന ഒരു ഇത് കണ്ടില്ലേ, അത് രണ്ടാമത്തത് നില്ല്. പിന്നെ ഒരെണ്ണം ബേക്കറി അല്ല മില്ല്, അതിലും നമുക്ക് വിൽക്കാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് സ്റ്റേഷന് ഹാർബർ, റെയിൽവേ സ്റ്റേഷനിൽ നമുക്ക് വിൽക്കാൻ പറ്റും. പിന്നെ
ഇവിടെ ഹാർബറില്ലേ മറ്റേ ഇത് ഷിപ്പൊക്കെ വന്ന് നിൽക്കുന്നത്, അവിടെ അതിലും കൊണ്ട് നമുക്ക് വിൽക്കാൻ പറ്റും. അങ്ങനെ സ്ഥലത്തിലൊക്കെ വിൽക്കാം. നമ്മുടെ വീഡിയോയ്ക്ക് ലെങ്ത് തൽക്കാലം 5 മിനിറ്റ് കാണും. നമ്മുടെ കോമ്പൈൻ ഹാർവസ്റ്റർ അവിടുത്തെ ഫുള്ളായിരുന്നു, ഫുള്ളായി 100%. നമ്മുടെ വീഡിയോ 5-6 മിനിറ്റ് അത്രയൊക്കെ കാണും. നമുക്ക് വീഡിയോ ഒരുപാട് ലെങ്ത് ആക്കാൻ പറ്റത്തില്ല. ഫസ്റ്റ് വീഡിയോ ഇല്ല, സെക്കൻഡ് വീഡിയോ തൊട്ട് നമുക്ക് ഇച്ചിരി ലെങ്ത് ആക്കി കാണിക്കാം. അപ്പോൾ നമുക്കിതിവിടെ വിൽക്കാം. എത്ര പൈസ കിട്ടുമായിരിക്കും? $19,000 കിട്ടിയുള്ളൂ. ചേച്ചി കുറഞ്ഞു. ഇവിടെ ഏറ്റവും ടോപ്പ് ഹൈ പ്രൈസ് കോണിന്, വേറെ ഒന്നും ഇല്ല. അതുപോലെ നമുക്ക് കുറച്ചൊക്കെ വിൽക്കാം. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്ക് ടൈം ലിമിറ്റ് ആയതുകൊണ്ട് അപ്പോൾ പുതിയൊരു വീഡിയോ ഇനിയും ബന്ധപ്പെടും. ബൈ ഗൈസ്.